എന്തൊക്കെയാണ് ഫ്യൂച്ചർ അഡ്വാൻസ്മെന്റ്സ് ഇനി വരാൻ കിടക്കുന്നത്, ടെക്നോളജിക്കലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും എന്തൊക്കെയാണ് ഫീൽഡിൽ ഏറ്റവും IVF-ലെല്ലാം നല്ല ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്? മെയിനായിട്ടുള്ളത് AI തന്നെയാണ്. AI ഒരു എന്താ പറയുക, ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും. ഇതിൽ എംബ്രിയോ തന്നെ അനാലിസിസ് ചെയ്യുന്നതിലും നമുക്ക് ഗ്രേഡിങ് ചെയ്യാനും പിന്നെ സെലക്ഷനിലൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോൺ ഇൻവേസീവ് ആയിട്ടുള്ള PGT ബയോപ്സി പോലത്തെ കാര്യങ്ങൾ, അതായത് എംബ്രിയോൻ്റെ ക്വാളിറ്റി അസസ്മെൻറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പലതും ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുണ്ട്. ചിലതൊക്കെ കുറച്ച് കോസ്റ്റ് ഫാക്ടേഴ്സ് കൂടുതലാണ്. കാരണം ഇങ്ങനത്തെ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കൂടും, പേഷ്യൻറ്റിനും ആ കോസ്റ്റ് കൂടുക ചെയ്യുക. കാരണം ഇതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള മെഷീൻസും സോഫ്റ്റ്വെയർസൊക്കെ ഇപ്പോഴും കോസ്റ്റ്ലിയാണ്. ഇനി അത് കുറച്ച് കഴിയുമ്പോൾ നോർമലായിട്ട് അവൈലബിൾ ആവും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും അഡ്വാൻസ്മെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ മെഡിസിൻസ് എല്ലാം അതേപോലെ തന്നെ പണ്ടത്തെ പോലെയല്ല. ഇപ്പം നമുക്ക് കുറച്ചും കൂടി കോൾഡ് ചെയിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും ഉണ്ട്. ഇന്ത്യയിലും കുറേയൊക്കെ മാനുഫാക്ചറിങ്ങുള്ള മെഡിസിൻസ് ഉണ്ട്. ദാറ്റ്സ് ഓൾ.